ജനപ്രിയ സംവിധായകൻ ഷാഫി അന്തരിച്ചു. 57 വയസ്സായിരുന്നു. ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. മൃതദേഹം എളമക്കരയിലെ വീട്ടിലെത്തിച്ചു. പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് 4 മണിയോടുകൂടി കലൂർ മുസ്ലിം ജമാഅത്ത് പള്ളിയിൽ ഖബറടക്കും. കൊച്ചിയിൽ നിന്ന് ഷീന മാർട്ടിനുണ്ട്. ഷീന, ജനപ്രിയ സിനിമകളിലൂടെ മലയാളികളുടെ മനം കവർന്ന സംവിധായകനാണ്. എപ്പോഴാണ് പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ? മൃതദേഹം വീട്ടിലെത്തിച്ചോ? ആതിര ജനപ്രിയ സിനിമകളിലൂടെ സിനിമാ ലോകത്തെത്തിയ പ്രിയ സംവിധായകനാണ് ഷാഫി. കഴിഞ്ഞ 7 ദിവസമായി അതീവ ഗുരുതരാവസ്ഥയിൽ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കടുത്ത തലവേദനയെ തുടർന്നായിരുന്നു ഷാഫിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നീട് ആന്തരിക രക്തസ്രാവം കാണുകയും അതിന് ഓപ്പറേഷൻ നടക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എങ്കിലും കഴിഞ്ഞ 2 ദിവസങ്ങളായി ഷാഫിയുടെ നില അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു. വെന്റിലേറ്ററിലായിരുന്നു. പിന്നീട് ഇന്ന് രാവിലെ 12:25 അന്ത്യം സംഭവിച്ചത്. ഇപ്പോൾ നിലവിൽ ഷാഫിയുടെ മൃതദേഹം ഈ വീട്ടിലെത്തിച്ചിട്ടുണ്ട്. 9 മണിവരെയായിരിക്കും വീട്ടിലുണ്ടാവുക. അതിനുശേഷം 9 മണിയോടുകൂടി തന്നെ മണപ്പാട്ടിപ്പറമ്പിലെ കൊച്ചിൻ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ പൊതുദർശനത്തിനായി മൃതദേഹം അങ്ങോട്ടേക്ക് പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷം വൈകിട്ട് 4 മണിയോടെ കലൂർ മുസ്ലിം ജുമാ മസ്ജിദ് ഖബറിസ്ഥാനിലായിരിക്കും ഖബറടക്കം നടക്കുക. ഒരുപാട് ജനപ്രിയ സിനിമകളായ കല്യാണരാമൻ, പുലിവാൽ കല്യാണം, വൺമൻ ഷോ, തൊമ്മനും മക്കളും, മായാവി, ചോക്ലേറ്റ്, ലോലിപോപ്പ്, ചട്ടമ്പിനാട്, മേരിക്കൊണ്ടൊരു കുഞ്ഞാട്, അങ്ങനെ നിർമ്മിച്ച 17 സിനിമകളും ഏകദേശം സംവിധായകൻ എന്ന നിലയിൽ ഷാഫി എത്തിയ എല്ലാ സിനിമകളും തന്നെ നിർമ്മിച്ച 17 സിനിമകളും തന്നെ വമ്പൻ ഹിറ്റായിരുന്നു. ഒരു ഹാസ്യ അവതാരകൻ അല്ലെങ്കിൽ ഹാസ്യത്തിൻ്റെ പ്രമേയനായിരുന്നു ഷാഫി എന്നുള്ളതാണ് ശ്രദ്ധേയമാണ് ആതിര. ജനപ്രിയ സിനിമകളിലൂടെ മലയാളിയെ ചിരിപ്പിച്ച സംവിധായകനാണ് ഷാഫി. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൻ്റെ സമയത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ആന്തരിക രക്തസ്രാവത്തെ തുടർന്നായിരുന്നു മരണം. നമുക്കറിയാവുന്നതുപോലെ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം ആശുപത്രിയിൽ തുടരുകയായിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ ഏകദേശം 12:25 അന്ത്യം എന്നുള്ളതാണ്. മൃതദേഹം പുലർച്ചെയോടെ തന്നെ വീട്ടിലെത്തിച്ചു. നിർമ്മിച്ച എല്ലാ സിനിമകളും, സംവിധാനം ചെയ്ത എല്ലാ സിനിമകളും സൂപ്പർ ഹിറ്റുകളായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജനപ്രിയ സംവിധായകനായിരുന്നു. നർമ്മത്തിൻ്റെ കൂട്ടുപിടിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് അത്രയധികം ആരാധകരുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഷീനയാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഷീന, പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? ഇന്ന് 9 മണി വരെയായിരിക്കും ഇവിടെ എളമക്കരയിലെ വീട്ടിൽ കാണാനാവുക. പ്രിയപ്പെട്ട എല്ലാവരും തന്നെ സംവിധാനങ്ങളും സിനിമാ മേഖലയിലുള്ള പ്രിയപ്പെട്ട കൂട്ടുകാർ എല്ലാം തന്നെ ഷാഫിയെ ആശുപത്രിയിൽ വന്ന് സന്ദർശിച്ചിരുന്നു. എങ്കിൽ പോലും ഇന്ന് 9 മണിക്ക് ശേഷം കല്ലൂർ മണപ്പാട്ടി പറമ്പിലെ കൊച്ചിൻ സർവീസ് സഹകരണ ബാങ്ക് ഹാളിലായിരിക്കും പൊതുദർശനത്തിന് വയ്ക്കുക. 9 മണി മുതൽ അവിടെയായിരിക്കും പൊതുദർശനം ഉണ്ടാവുക. അതിനുശേഷം ഏകദേശം വൈകിട്ട് 4 മണിയോടെയായിരിക്കും കലൂർ മുസ്ലിം ജുമാ മസ്ജിദ് ഖബറിസ്ഥാനിൽ ഖബറടക്കം നടക്കുക. ഷാഫിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഹാസ്യ സിനിമാ സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ചു വന്നിരുന്ന ആ ഒരു ഹാസ്യ സംവിധാനത്തിൽ തന്നെ വളരെയധികം വ്യക്തിമുദ്ര പതിപ്പിച്ച അല്ലെങ്കിൽ വളരെയധികം ശോഭ പതിപ്പിച്ചു നിന്ന വ്യക്തിയായിരുന്നു ഷാഫി എന്നുള്ളത്. വളരെയധികം ഹാസ്യ ചിത്രങ്ങളുടെ ഒരു കൂട്ടുകെട്ട് നിർമ്മിക്കാനായിരുന്നു ഷാഫിക്ക്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഈ സിനിമാ മേഖലയിലുള്ളവരൊക്കെ തന്നെയും സന്ദർശിച്ചപ്പോൾ വലിയ പ്രതീക്ഷയാണ് പങ്കുവച്ചിരുന്നത്. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഷാഫിയെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാകും എന്നുള്ള തരത്തിലുള്ള പ്രതീക്ഷകളൊക്കെ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ സിനിമാ മേഖലയിലുള്ളവർ, മമ്മൂട്ടി അടക്കമുള്ളവർ ഷാഫിയെ സന്ദർശിക്കാൻ എത്തിയിരുന്നു. അപ്പോഴൊക്കെയും വലിയ പ്രതീക്ഷയായിരുന്നു ഷാഫിയിൽ പങ്കുവച്ചിരുന്നത്. പക്ഷേ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി വളരെയധികം അതീവ ഗുരുതരാവസ്ഥയിൽ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയാൽ മരണം സംഭവിക്കുമെന്ന സ്ഥിതിയിലേക്ക് ഷാഫിയുടെ നില എത്തിയിരുന്നു. പക്ഷേ എന്നിട്ടും പ്രതീക്ഷയുണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു. പിന്നീട് ഇന്ന് പുലർച്ചെയാണ് 12:25 ഷാഫിയുടെ മരണം സ്ഥിരീകരിക്കുന്നത്.
ആതിര. കഴിഞ്ഞ 7 ദിവസമായ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുകയായിരുന്നു. ഒപ്പം തന്നെ ഉദര രോഗങ്ങളും അലട്ടിയിരുന്നു എന്നൊക്കെയുള്ളതാണ് വിവരം. എന്തായാലും ഇന്നിപ്പോൾ മൃതദേഹം രാവിലെ വീട്ടിൽ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഷീന, ഈ പ്രമുഖരടക്കമുള്ള ആളുകൾ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിത്തുടങ്ങിയോ? നിലവിൽ ഇവിടെ വീട്ടിലേക്ക് ആരും എത്തിത്തുടങ്ങിയിട്ടില്ല. കുറച്ചുകൂടി കഴിയുമ്പോൾ ആയിരിക്കും ആരെങ്കിലുമൊക്കെ വീട്ടിലേക്ക് കാണാനായിട്ട് എത്തിത്തുടങ്ങുക, ഏതെങ്കിലും പ്രമുഖരൊക്കെ എത്തിത്തുടങ്ങുക എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ പൊതുദർശനമുണ്ട് എന്നുള്ളത് കൊണ്ട് അങ്ങോട്ടേക്കായിരിക്കുമോ പ്രമുഖർ വന്ന് സന്ദർശിക്കുക എന്നതും പറയാനാവില്ല. കാരണം ഇവിടേക്ക് എത്ര പേർ എത്തും എന്നുള്ള കാര്യത്തിലും വ്യക്തതയില്ല. പക്ഷേ എന്നിരുന്നാലും 9 മണിവരെ മൃതദേഹം നിലവിൽ ഈ വീട്ടിലുണ്ട്. അപ്പോൾ അടുത്ത ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ പ്രമുഖരായ സിനിമാ മേഖലയിലുള്ളവർക്കൊക്കെ സന്ദർശിക്കാനായി ഇവിടെ തന്നെയാണ് മൃതദേഹം വെച്ചിട്ടുള്ളത്. അത്തരത്തിൽ വളരെ സങ്കടകരമായ ഒരു അവസ്ഥയിൽ, അതായത് ചികിത്സിച്ചിട്ടും തിരിച്ചു കിട്ടാത്ത ഒരു അവസ്ഥയിൽ സങ്കടത്തിലാണ് കുടുംബാംഗങ്ങളെല്ലാം ഉള്ളത്. അപ്പോൾ അങ്ങനെയൊരു വിഷമഘട്ടത്തിലാണ് ഉള്ളത്. അതിര തന്നെയാണ് അരങ്ങേറ്റം മുതൽ ചെയ്ത എല്ലാ സിനിമകളും ബമ്പർ ഹിറ്റായിരുന്നു എന്നുള്ളതാണ്. കുടുംബത്തെ സംബന്ധിച്ചും മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ചും വലിയ നഷ്ടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ തിയേറ്ററിൽ പൊട്ടിച്ചിരിയുടെ പൂത്തിരി സൃഷ്ടിച്ച സംവിധായകൻ എന്നൊക്കെയുള്ള വിശേഷണങ്ങൾ ഏറ്റവും നന്നായി ചേരുന്ന സംവിധായകനായിരുന്നു ഷാഫി എന്നുള്ളതാണ്. ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അദ്ദേഹം അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയായിരുന്നു കഴിഞ്ഞ 7 ദിവസമായി. എന്നിരുന്നാൽ തന്നെയും ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു കുടുംബവും. ഒപ്പം അദ്ദേഹവുമായി അടുത്ത് നിൽക്കുന്ന എല്ലാ വൃത്തങ്ങളും. അത്തരത്തിൽ വലിയ പ്രതീക്ഷകൾ ബാക്കിയാക്കിയാണ് അദ്ദേഹം ഈ 56-ാം വയസ്സിൽ നമ്മളോട് വിട പറയുന്നത്. ഇന്നലെ ഇപ്പോൾ ഏകദേശം 12:25 മരണം സംഭവിച്ചത് എന്നാണ് വിവരം. ഇന്നിപ്പോൾ പുലർച്ചെ വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചിട്ടുണ്ട്. മണപ്പാട്ടിപ്പറമ്പിലായിരിക്കും പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങളുടെ ക്രമീകരണം നടത്തിയിരിക്കുക. അതിനുശേഷമാണ് വൈകിട്ട് 4 മണിയോടുകൂടി കലൂർ മുസ്ലിം പള്ളിയിൽ ഖബറടക്കും എന്നുള്ളതാണ്. ഷീന തുടരുന്നുണ്ട്. ഷീന, അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തെക്കുറിച്ച് സ്മരിക്കുമ്പോൾ അടുത്ത വൃത്തങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തെ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? അതിൽ ആ മലയാളിയെ ചിരിപ്പിച്ച വ്യക്തിത്വമായിട്ടാണ്, മലയാളിയെ ചിരിപ്പിച്ച സൂപ്പർ ഹിറ്റ് സംവിധായകനും തിരക്കഥാകൃത്തുമായിട്ടാണ് സിനിമാ വൃത്തങ്ങളെല്ലാം തന്നെ ഷാഫിയെ ഓർത്തെടുക്കുന്നത്. പ്രത്യേകിച്ച് ഒരു ഹാസ്യത്തിൻ്റെ നൈർമല്യം അദ്ദേഹം സിനിമകളിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തെ ജനപ്രിയ സംവിധായകനാക്കി മാറ്റിയത്. അതേപോലെ തന്നെ ഈ അവതരിപ്പിച്ച സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹം അവതരിപ്പിച്ച 17 സിനിമകളിലൂടെയും 17 സിനിമകളും വമ്പൻ ഹിറ്റാവാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഷാഫിയുടെ ഏറ്റവും വലിയൊരു കഴിവാണ്. ഓരോ സിനിമാ സെറ്റിലും ഓരോ ഷോട്ടും പ്രത്യേകം കേട്ടിരുന്ന, ഓരോന്നിനെക്കുറിച്ചും പ്രത്യേകമായി അവലോകനം ചെയ്ത് എത്ര തവണ റീടേക്ക് എടുക്കേണ്ടി വന്നാലും അതെല്ലാം കേട്ടിരുന്ന, സമാധാനത്തോടെ ഓരോരുത്തരെയും കേട്ട് അവരുടെ എല്ലാം കൂടെ നിന്ന സംവിധായകനായിരുന്നു ഷാഫി എന്നൊക്കെ അടുത്ത സിനിമാ വൃത്തങ്ങളെല്ലാം പറയുന്നു. ഈ പറഞ്ഞതുപോലെ പുല്ലേപ്പടിയിലെ ഈ ഒരു കലാകുടുംബത്തിൽ തന്നെയായിരുന്നു ഷാഫിയുടെ ജനനം. സിനിമയുടെ ആദ്യ പാഠശാലയായി പറയുന്നത് സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടായിരുന്നു. ഈ സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിൽ പിറന്ന സിനിമകളും വമ്പൻ ഹിറ്റായിരുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ സിനിമാ ലോകത്ത് പകരം വയ്ക്കാനില്ലാത്ത സംവിധായകൻ, ഇനി ഹാസ്യത്തിൻ്റെ നൈർമല്യം കലർത്തി പകരം വയ്ക്കാനില്ലാത്ത സംവിധായകനായിരുന്നു ഷാഫി എന്നാണ് സിനിമയിൽ പ്രവർത്തിച്ചു വന്നിരുന്നവരെല്ലാം തന്നെ ഷാഫിയെ സ്നേഹത്തോടെ ഓർത്തെടുക്കുന്നത്. ഷാഫിയുടെ അമ്മയുടെ ചെറിയച്ഛൻ്റെ മകനായിരുന്നു സിദ്ദിഖ്. സംവിധായക ജോഡികളായ റാഫി മുക്കാട്ടിലെ റാഫി ഷാഫിയുടെ സഹോദരനാണ്. ആദ്യത്തെ കൺമണി എന്ന ചിത്രത്തിൽ രാജസേനയുടെ സംവിധാന സഹായിയാണ് ഷാഫി ആദ്യമായിട്ട് സിനിമയിൽ പ്രവേശിക്കുന്നത്. ഈ 2020
ജീവിതത്തിൽ പുറത്തിറങ്ങിയ ആനന്ദം പരമാനന്ദം എന്നുള്ളതാണ് ഷാഫിയുടെ ഏറ്റവും അവസാനത്തെ ചിത്രം. 2018 ഷാഫി സംവിധാനം ചെയ്ത മെഗാ സ്റ്റേജ് ഷോ മധുരം 18 US-ലും കാനഡയിലുമായി അവതരിപ്പിച്ചത് 15 സ്റ്റേജുകളിലാണ്. അത്തരത്തിൽ ഷാഫിയുടെ ഹാസ്യ മികവ് അറിഞ്ഞാണ് മലയാളി ആസ്വാദകർ ഷാഫിയെ ആസ്വദിച്ചത്, ഷാഫിയുടെ സിനിമകളെ ആസ്വദിച്ചത്, ഷാഫിയുടെ സിനിമകളെ കണ്ടിരുന്നത്. അത്തരത്തിൽ ഈ പറയുന്നത് പോലെ ജനപ്രിയനായി മാറാൻ ഷാഫിയെ സഹായിച്ച ഷാഫിയുടെ ഹാസ്യ മികവ് തന്നെയാണ്. അതിര. എന്തായാലും ഇപ്പോൾ മൃതദേഹം കറുകപ്പള്ളിയിലെ വീട്ടിലെത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏകദേശം 9:30 മുതലായിരിക്കും പൊതുദർശനം ആരംഭിക്കുക എന്നുള്ളതാണ് കരുതുന്നത്. മണപ്പാട്ടി പറമ്പിലാണ് പൊതുദർശനം. അതിനുശേഷമായിരിക്കും 4 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുക.